വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന്റെ വികസന വഴിയിലെ നാഴികക്കല്ല്. കേരളത്തെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന സ്വപ്ന പദ്ധതിയെക്കുറിച്ച് വിഴിഞ്ഞം തുറമുഖം MD ദിവ്യ S. അയ്യർ IAS സംസാരിക്കുന്നു. വിഴിഞ്ഞം പദ്ധതി തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറ്റും. ബാലരാമപുരത്ത് നിന്ന് വിഴിഞ്ഞം പോർട്ട് വരെ തുരങ്കപാതയായി റെയിൽ കണക്ടിവിറ്റി, ഔട്ടർ റിംഗ് റോഡ്, ഹൈഡ്രജൻ പോലെയുള്ള ഗ്രീൻ ഇന്ധനങ്ങളുടെ നിർമ്മാണ യൂണിറ്റുകൾ, ചെറുകിട വൻകിട വ്യവസായ സംരംഭങ്ങൾ എന്നിവയെല്ലാം തുറമുഖത്തിന് അനുബന്ധമായി വരും. വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ MD എന്നുള്ള നിലയിൽ വിഴിഞ്ഞത്തെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ പലതും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ അവസ്ഥയും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അന്വേഷിച്ചിട്ടുണ്ടാവണം. അപ്പം വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രാധാന്യം എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് കേരളത്തിന് മാത്രമല്ല, തിരുവനന്തപുരത്തിന് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, ഭാരതത്തിന് തന്നെ ഒരു വലിയൊരു മുതൽക്കൂട്ടായി മാറാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വർഷം തന്നെ നമ്മളത് കമ്മീഷൻ ചെയ്യാനും പോവുകയാണ്. നമ്മൾ എങ്ങനെയാണോ അത് നമ്മൾ ആവിഷ്കരിച്ചത് അതേ ത്വരിതഗതിയിൽ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തിയാകുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് മറ്റു തുറമുഖങ്ങളിൽ നിന്നും അതിനെ അതിവിശിഷ്ടമാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ഇപ്പോൾ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്നുള്ളത് ആണോ സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഭാരതത്തിൻ്റെയും മറ്റ് ഇപ്പോൾ നിലവിലുള്ള ഷിപ്പിംഗ് റൂട്ട്സിൻ്റെയും വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനത്താണ് വിഴിഞ്ഞം എന്നുള്ള സ്ഥലമുള്ളത് എന്നുള്ളത് തന്നെ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ഘടകമാണ്. രണ്ടാമത്തേത്, നമ്മുടെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിൽ നിന്നും വളരെ കുറച്ച് ദൂരം മാത്രമേ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിനുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ കപ്പലുകൾ വരുവാൻ കൂടുതൽ സവിശേഷതയുള്ള, കൂടുതൽ അനായാസമായ കപ്പലുകൾക്ക് വരാൻ പറ്റുന്ന ഒരു തുറമുഖമായിരിക്കും എന്നുള്ളത്. മൂന്നാമത്, അത് ഒരു സ്വാഭാവിക തുറമുഖമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതായത് വളരെ കുറച്ച് മാത്രം ഡ്രഡ്ജിങ് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്വാഭാവിക ആഴം തന്നെ വളരെ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് 18 മുതൽ 21 മീറ്റർ വരെയുള്ള ആഴം വളരെ എളുപ്പത്തിൽ വിഴിഞ്ഞം തുറമുഖത്ത് നമുക്ക് പ്രാപിക്കാനാകും എന്നുള്ളത്. ഈ 3 ഘടകങ്ങളും യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെ വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഒരിടമായിട്ട് മാറ്റുകയാണ്. നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ, മദർഷിപ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ കപ്പലിന് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് വരുവാനും നങ്കുരമിടാനുമുള്ള ഒരു സൗകര്യമാണ് നമ്മളിപ്പോൾ ഒരുക്കുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ കപ്പൽ വന്നപ്പോൾ നമ്മളെല്ലാവരും കണ്ടിരുന്നു. ഇപ്പോൾ 4 കപ്പലുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അനവധി ക്രെയിനുകളും 15 ക്രെയിനുകളും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ലോകത്തിൽ നിലവിലുള്ളതിൽ ഏറ്റവും ഉയരം കൂടിയ ക്രെയിൻ സഹിതം ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തുണ്ട്. അതായത് ഇപ്പോഴുള്ള നിർമ്മാണ പ്രവൃത്തി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് ആക്ടിവിറ്റി എന്ന് നമ്മൾ പറയുമല്ലോ, അപ്പം വളരെ വിശാലമായിട്ടാണ് നമ്മൾ അതിനെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നിലവിൽ ലോകത്തുള്ള ഈ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ കപ്പലുകൾ, ഏറ്റവും വലിയ ക്രെയിനുകൾക്കും ഒക്കെ വളരെ സൗകര്യാർത്ഥം വരുവാനുള്ള ഒരു ടെർമിനലായിട്ട് വിഴിഞ്ഞം മാറാൻ പോവുകയാണ്. ഈ പറഞ്ഞതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ശരിയാണ്. അന്താരാഷ്ട്ര സീ റൂട്ടിൽ നിന്ന് 18 നോട്ടിക്കൽ മൈൽ മാത്രമേ ഉള്ളൂ. ആഴം 20 മീറ്റർ ഉണ്ട്. പ്രകൃതിദത്തമായ ആഴം തന്നെയാണ്. മണ്ണ് മാന്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ചരക്ക് കപ്പലിനെ സംബന്ധിച്ചുള്ള ഇവിടെ ചരക്ക് വന്നിട്ട് കേരളത്തിന്, അതായത് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ചരക്ക് ഇറക്കിയിട്ട് എങ്ങനെയാണ് അതൊരു നേട്ടമായി അവർക്ക് ഭവിക്കുക? കപ്പലുകൾ ഇങ്ങോട്ട് വരുമ്പോൾ, വ്യാവസായികമായിട്ട് നോക്കുകയാണെങ്കിൽ കപ്പലുകൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പറയുന്ന ഘടകങ്ങളെല്ലാം തന്നെ അവർക്ക് കൂടുതൽ അനുയോജ്യമായി ഒരു കപ്പലിനെ നങ്കുരമിടാനും ഒരു പോർട്ടിലേക്ക് സാധനങ്ങൾ അവർക്ക് ചിലവഴിക്കേണ്ടി വരുന്ന തുക, ഒപ്പം അവർക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന പാത, കടൽപാതയിലെ ദൂരം, ഇവയെല്ലാം തന്നെ കുറയുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തേത്, നമ്മൾ നിലവിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് നമ്മുടെ ഇൻ്റർനാഷണൽ സീപോർട്ട് സെക്യൂരിറ്റി കോഡ് സഹിതം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം നമുക്കതും ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളാണെങ്കിലും ഒപ്പം
വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത് ഒരു സീറോ ആക്സിഡൻറ്റ് സോണായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള വാട്ടർ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റവും നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ റോഡിലെ ട്രാഫിക്കോ അല്ലെങ്കിൽ എയർ ട്രാഫിക്കോ പോലെ അല്ല കടലിലെ ട്രാഫിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുമുള്ള ഒരു പ്രത്യേക വ്യവസ്ഥ നമ്മളിപ്പോൾ രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സീറോ ആക്സിഡൻറ്റ് സോണായി നമ്മൾ തീർച്ചയായിട്ടും അതിനെ കൊണ്ടുവരാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മളിപ്പോൾ നടത്തുന്നുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പഴുതടച്ച് നമ്മൾ നിർവഹിക്കാൻ പോവുകയാണ്. അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഒപ്പം ഏതൊരു കപ്പൽ വന്നാലും കപ്പലുകൾ മാത്രമായിട്ടല്ലല്ലോ വരുന്നത്, കപ്പലുകൾ സഞ്ചാരികളെയും കൊണ്ടാണ് വരുന്നത്, നാവികരെയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചരക്ക് കപ്പൽ എന്ന് പറയുമ്പോഴും അതിൽ സാധന സാമഗ്രികൾ കൊണ്ടുവരുന്ന വ്യക്തികളുണ്ട്, അവർക്ക് ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ സീഫെയറേഴ്സ് വെൽഫെയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഏതൊരു തുറമുഖത്തിലും. അതായത് നാവികരുടെയും കപ്പലിലെത്തുന്ന സഞ്ചാരികളുടെയും ക്ഷേമത്തിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും വിഴിഞ്ഞം തുറമുഖത്തോടനുബന്ധിച്ച് വരുന്ന അനുബന്ധമായിട്ടുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങൾ നമ്മളതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അതിനുള്ള പദ്ധതി രൂപീകരിക്കുന്നത്. അപ്പോൾ ഈ 3 ഘടകങ്ങളും കൂടി ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകളെ വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രാവർത്തികമായി കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ചോദിച്ചത്, അതായത് ഒരു കപ്പൽ വന്നു, ഇപ്പൊ ചൈനയിൽ നിന്ന് വന്ന കപ്പലില് വന്ന ചരക്കുകൾ അവിടെ ഇറക്കി വെച്ചിരുന്നാൽ മതി. അത് കാരണം ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉപയോഗത്തിലുള്ള ഇനി വരുന്ന കപ്പലുകളിൽ ചരക്കുകൾ വന്നു കഴിഞ്ഞാൽ ഈ ചരക്കിന്റെ ബാക്കിയുള്ള നീക്കം കരയിലൂടെയും കടലിലൂടെയുള്ള നീക്കം പ്രധാനമാണ്. അതിന് നമുക്ക് കരയിലൂടെ ഒരു നീക്കം, അതിനൊരു സൗകര്യം എന്താണുള്ളത്? നമ്മളിപ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ എന്നുള്ള നിലയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിനെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കപ്പലുകൾ മാറിക്കയറുവാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മാറ്റിക്കയറ്റുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ചരക്കിന്. അതെ, ചരക്കുകൾ മറ്റ് ചെറിയ ഫീഡർ ഷിപ്പുകളിലേക്കും മറ്റ് കപ്പലുകളിലേക്കും കയറ്റി അയക്കുവാനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ടായിരിക്കും. ഒപ്പം 2 തരത്തിലുള്ള കണക്ടിവിറ്റി, അതായത് റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിക്കുമുള്ള പദ്ധതികൾ നമ്മളിപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അത് ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു ലാൻഡ് എക്വിസിഷനും ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തികൾ ഇപ്പോൾ അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതിൻ്റെ നിയമ നടപടികളെല്ലാം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അവാർഡ് പാസ്സാക്കാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ NH-66 ഒരു റോഡ് കണക്ടിവിറ്റി ഉടനെ തന്നെ ഉണ്ടാകും. ആ റോഡുമായിട്ട്, നാഷണൽ ഹൈവേയുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റോഡ് കണക്ടിവിറ്റി അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഒപ്പം ബാലരാമപുരം സ്റ്റേഷനിൽ നിന്നും വിഴിഞ്ഞം പോർട്ട് വരെയുള്ള ഒരു റെയിൽ കണക്ടിവിറ്റിയും നമ്മളിപ്പോൾ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേ ആയിരിക്കും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കുക. അതെ, അത് തുരങ്കപാതയായിട്ടാണ്. 10 കിലോമീറ്ററിലധികം അതിൻ്റെ നീളമുണ്ട്. അപ്പോൾ അത് തുരങ്കപാതയായിട്ടാണ് അതും വരിക. അതെ, ആരംഭിച്ചിട്ടുണ്ട്. അതും പ്രവൃത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊങ്കൺ റെയിൽവേയുമായിട്ടുള്ള കരാർ ഇപ്പോൾ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു. അത് പൂർണ്ണമായിട്ടും വരാനായിട്ട് 400 കോടിയോളം വരും. ആരംഭഘട്ടത്തിൽ 100 കോടി രൂപ നമുക്കിപ്പോൾ കൊങ്കൺ റെയിൽവേക്ക് നൽകേണ്ടി വരും. ഇത് സർവേ കഴിഞ്ഞ സ്ഥിതിക്ക് അത് എന്നത്തേക്കാണ് പണി തുടങ്ങാനുള്ള ഒരു സാധ്യത? ഈ വർഷം തന്നെ നമ്മൾ ആരംഭിക്കും. ബാലരാമപുരത്ത് നിന്നും വിഴിഞ്ഞത്തേക്കുള്ള അതെ, ഈ വർഷം തന്നെ ആരംഭിക്കും. അതുപോലെ തന്നെ അവിടുന്ന് ചരക്ക് നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഔട്ടർ റിംഗ് റോഡ് എന്ന് പറഞ്ഞ റോഡ്. അത് ഏത് ഘട്ടത്തിലെത്തി? പലരുടെയും ഭൂമി ഏറ്റെടുത്തു, അതിന് വസ്തുവിന് പൈസ കിട്ടുന്നില്ല, അങ്ങനെ പലതരം പ്രശ്നങ്ങൾ പലയിടത്തായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഏത് രീതിയിലാണ് അതിന് മുന്നോട്ട് പോകുന്നത്? നമ്മൾ ഇവിടെ സൂചിപ്പിച്ച പോലെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുമ്പോൾ അത് ഒരു ഒറ്റപ്പെട്ട സൗകര്യമായിട്ടല്ല നമ്മൾ അതിനെ ആവിഷ്കരിക്കുന്നത്. അത് വിഴിഞ്ഞം എന്നല്ല, ഏതൊരു തുറമുഖത്തിനാണെങ്കിലും അതിനെ കേന്ദ്രീകരിച്ചുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ നമ്മൾ തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. ഒപ്പം ഈ പറഞ്ഞതുപോലെ ചരക്കുകൾക്കാണെങ്കിലും സഞ്ചാരികൾക്കാണെങ്കിലും അവിടെ നിന്നും മറ്റിടങ്ങളിലേക്ക് പോകുവാനുള്ള കണക്ടിവിറ്റി ഉറപ്പുവരുത്തുക. അത് റോഡും റെയിലും എയറും സഹിതം നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളത്. അടുത്ത ഒരു ഘട്ടമായി വ്യാവസായികമായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ വ്യാവസായിക വികസനം എന്ന് പറയുന്നത്
ആ ഒരു പ്രദേശത്തിലെ ഹിൻഡർലാൻഡ് ഡെവലപ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള വികസനത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. നമ്മുടെ തുറമുഖം വന്നു കഴിഞ്ഞാൽ തുറമുഖത്തിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് വ്യവസായങ്ങൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളിപ്പോൾ അതിനുള്ള ശുപാർശകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഇപ്പോൾ നമ്മൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഉദാഹരണത്തിനായി നമുക്കിപ്പോൾ ഗ്രീൻ ഷിപ്പിംഗ് എന്നുള്ളത് ഭാരതത്തിൽ തന്നെ ഒരു 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 എന്താ പറയുക, ഒരു നവയുഗത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരാശയമായി മുന്നോട്ട് വരികയാണ്. നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് വിഴിഞ്ഞം പോർട്ട് കാണുവാനും പരിശോധിക്കുവാനുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് നടത്തിയ ചർച്ചകളിലും ഭാരതത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ ഗ്രീൻ പോർട്ടായി നമുക്ക് വിഴിഞ്ഞം പോർട്ടിനെ ആവിഷ്കരിക്കാൻ സാധിച്ചേക്കാം. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അത് കപ്പലുകൾക്കുള്ള ഫ്യൂവൽ അടക്കം നമുക്ക് നമ്മുടെ പോർട്ടിനനുബന്ധമായിട്ടുള്ള ഇടങ്ങളിൽ തന്നെ ഇപ്പോൾ ഗ്രീൻ ഫ്യൂവൽസ് എന്നുള്ള ഇപ്പോൾ ഹൈഡ്രജൻ ആയാലും മെത്തനോൾ ആയാലും ഒക്കെ നമുക്ക് ഉൽപ്പാദിച്ച് നൽകാൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, എത്രയാണ് സ്ഥലം വേണ്ടത്, എത്രയാണ് നിക്ഷേപം വേണ്ടത്, അതെങ്ങനെയാണ് നമുക്കിപ്പോൾ പ്രൈവറ്റ് PPP മോഡലിലാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുക, അങ്ങനെ അതിൻ്റെ പല ഘടകങ്ങൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അത് ഒരു ഭാഗം. മറ്റൊന്ന് നമുക്ക് അത് എന്താ പറയുക, ഒരു ലാർജ് സ്കെയിൽ ആക്ടിവിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊരു ഒരു വിപുലമായിട്ടുള്ള ഒരു ആശയം, ബൃഹത്തായിട്ടുള്ള ഒരു ആശയമാണത്. നമുക്ക് പെട്ടെന്നിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരിക്കും. എന്നാൽ ചെറുകിട വൻകിട വ്യവസായ മേഖലയിൽ അനവധി വ്യാവസായിക സൗകര്യങ്ങൾ നമുക്ക് ആ പ്രദേശത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഔട്ടർ റിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉണ്ട് തിരുവനന്തപുരത്ത്. ഒപ്പം നമ്മുടെ കിറ്റ്കോയും KSIDCയും ഒക്കെ ഉണ്ട്. സ്റ്റാർട്ടപ്പുകളെയൊക്കെ പരിപോഷിക്കുന്ന കുറച്ച് ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ടും നമ്മൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് അവരുമായിട്ടും ചർച്ചകൾ നടത്തി ഇപ്പോൾ ഒരു പദ്ധതി നമ്മൾ രൂപീകരിക്കുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള വ്യവസായങ്ങളാണ് നമുക്ക് ആ പ്രദേശത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക, ഔട്ടർ റിംഗ് റോഡുമായി അനുബന്ധമായിട്ടുള്ള മേഖലകളിൽ എന്തൊക്കെയാണ് കൊണ്ടുവരാൻ സാധിക്കുക. ഈ പറയുന്നത് പോലെ എല്ലായിടത്തിൽ നിന്നും നമുക്ക് ഒരു പക്ഷേ ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കണമെന്നില്ല. കാരണം അത് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വന്നതോടുകൂടി ആ പ്രദേശത്തും ഭൂമിയുടെ വില കുതിച്ചു വരികയാണ്. അപ്പോൾ ഏത് തരത്തിലാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ലാൻഡ് പൂളിംഗ് ആണോ നമുക്ക് നല്ലത്, അതോ നമുക്ക് സ്വകാര്യ ഏജൻസികൾ വന്ന് ഭൂമി ഉൾപ്പെടെ ഉള്ള വിഭവങ്ങളിൽ നിക്ഷേപിക്കുന്നതാണോ നല്ലത് എന്നൊക്കെ ഉള്ള തീരുമാനങ്ങൾ നമുക്ക് സർക്കാർ തലത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും അങ്ങനെ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും സർക്കാർ തലത്തിൽ ഓരോ തീരുമാനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മോഡ്യുലർ ഫോർമാറ്റിൽ തന്നെ നമ്മൾ അതിനുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു 200 ഏക്കർ സ്ഥലം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക, അതുപോലെ എത്ര 200 ഏക്കർ വേണമെങ്കിലും നമുക്ക് അതിലേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ മൊത്തമായ ഒരു 2500 ഏക്കറിൻ്റെ അല്ലെങ്കിൽ 3000 ഏക്കറിൻ്റെ ഒരു പദ്ധതിയാണ് നമ്മൾ വിഭാവന ചെയ്യുന്നത് ഇപ്പോൾ. അതിൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു തുറമുഖത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാലോചിച്ച് നമുക്ക് ഏതൊക്കെ വ്യവസായങ്ങളാണ് അവിടെ വരാൻ സാധ്യതയുള്ളത് എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. 2, ഈ പറഞ്ഞ തുറമുഖത്തിൽ കൊണ്ടുവരികയും പോവുകയും ചെയ്യുന്ന ചരക്ക് കപ്പലുകൾക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ വ്യവസായങ്ങളാണ്. 3, ഏത് വ്യവസായമാണ് അവിടെ വന്നാൽ കൂടുതൽ ഫ്ലറിഷ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറയുകയായിരുന്നു. ഇപ്പം ഉദാഹരണത്തിനായിട്ട് പാക്കിംഗ് എന്ന് പറയുന്നത്, പാക്കിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു തുറമുഖം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലപ്പോഴും റോ മെറ്റീരിയൽസ് ആയിരിക്കുമല്ലോ നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ ഈ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഈ പരിഷ്കൃതമല്ലാത്ത വിഭവങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ട് അവയെ പാക്ക് ചെയ്ത് സംസ്കരിച്ച് പാക്ക് ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനമാണല്ലോ. അപ്പോൾ അതിലിപ്പോൾ പാക്കേജിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭാരതത്തിൽ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ പാക്കേജിങ് ഇൻഡസ്ട്രീസിന് വിഴിഞ്ഞം ഇപ്പോൾ നമുക്കൊരു ഗ്രീൻ പാക്കേജിങ്ങിൻ്റെ ഹബ്ബാക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള പാക്കേജിങ് ഇൻഡസ്ട്രീസ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ വരുന്ന വിഭവങ്ങൾ സാമഗ്രികൾ പാക്ക് ചെയ്ത് വിപണിയിലേക്ക് അയക്കുവാനും അല്ലെങ്കിൽ കണ്ടെയ്നറിലേക്ക് കയറ്റുവാനായിട്ട് അതിന് വേറൊരു തരം പാക്കിംഗ് ആയിരിക്കും ആവശ്യം.
ആ പാക്കേജിങ് നൽകി കണ്ടെയ്നറിലേക്ക് കയറ്റുവാനും ഒക്കെയുള്ള. പക്ഷെ അത്തരത്തിലുള്ള വ്യവസായം എന്ന് പറയുമ്പോൾ അതിപ്പോൾ എന്താ പറയുക, എൻവയൺമെൻ്റലി കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിരിക്കും. അത് പരിസ്ഥിതി പിന്നെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ആശയം കൂടി വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള അത്തരം വ്യവസായങ്ങൾ ഇപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുവരാൻ ഒരുപാട് സാധ്യതകളുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസിലേക്ക് കൊണ്ടുവരുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും പെറിഷബിൾസ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് ദൂരം പോർട്ടിൽ നിന്നും തുറമുഖത്തിൽ നിന്നും ആ ഒരു വ്യവസായ മേഖലയിലേക്ക് സഞ്ചരിക്കുവാൻ വീണ്ടും റോഡ് വഴി അല്ലെങ്കിൽ റെയിൽ വഴി വീണ്ടും ഒരുപാട് ദൂരം സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയുസ് കുറയും. അപ്പോൾ അത്തരത്തിലുള്ള വിഭവങ്ങൾക്ക് അവിടെ നമുക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും കൂടുതൽ അതിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതാണോ കൂടുതൽ ഗുണകരമാവുക, വ്യവസായ സ്ഥാപനങ്ങൾക്കും ഗുണകരമാകണം, തുറമുഖത്തിനും ഗുണകരമാകണം എന്നുള്ള തരത്തിലുള്ള വ്യവസായങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ കൂടുതൽ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ആശയങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും തരണം എന്നുള്ളതും അഭ്യർത്ഥിക്കുകയാണ്.